ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന്, അതായത് നവീൻ ബാബുവിൻ്റെ സംസ്കാരം നടക്കുന്ന ദിവസം നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി ഇതൊരു തൂങ്ങി മരണമല്ല, ഇതൊരു കൊലപാതകമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ബോഡി സംസ്കരിക്കരുത്, ഇത് റീപോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്, അതുപോലെ ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം യഥാർത്ഥ പോസ്റ്റ്മോർട്ടം അല്ല എന്നൊക്കെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, വീണാമണി. അവർ പറയുന്നത്, അവർ എങ്ങനെയാണ് അത് അറിഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷേ അവർ അന്ന് അവിടെ വളരെ കൃത്യമായി വരികയും അവരുടെ ബന്ധുക്കളോടൊക്കെ കാര്യങ്ങൾ പറയുകയും പല ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അന്ന് പോലീസ് അവരെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനുശേഷം പിന്നീട് അവർ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ്? വീണാമണി ദൃക്സാക്ഷിയായിട്ടാണ് രംഗത്തെത്തുന്നത്. വീണാമണി പറയുന്നത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം നവീൻ ബാബുവിനെ മുനീശ്വർ കോവിലിന് മുന്നിൽ നിന്ന് ഒരു വാഹനത്തിൽ കുറേ പേർ, ഗുണ്ടകൾ എന്നാണ് അവർ പറയുന്നത്, ഗുണ്ടകൾ കയറ്റിക്കൊണ്ട് പോകുന്നത് അവർ കണ്ടു. മാത്രമല്ല നെറ്റിയിലും കണ്ണിലും മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിൽ പാർത്ഥൻ പറഞ്ഞതുപോലെ ഇവർ ഇതൊക്കെ എങ്ങനെ കണ്ടു, എങ്ങനെ അറിഞ്ഞു, ഇതൊന്നും നമുക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്തരത്തിൽ കൃത്യമായ വിവരണങ്ങൾ പറയാൻ കഴിയില്ല. ഒരു ഇപ്പോൾ മുനീശ്വർ കോവിലിൻ്റെ മുന്നിൽ നവീൻ ബാബുവിനെ ഇറക്കി വിട്ടു എന്ന് പിന്നെ നവീൻ ബാബുവിൻ്റെ ഡ്രൈവറായ ഷംസുദ്ദീൻ തന്നെ വ്യക്തമാക്കിയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുനീശ്വർ കോവിലിന്റെ മുന്നിൽ ഇറങ്ങി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഷംസുദ്ദീൻ പറയുന്നത് സത്യമാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവർ എങ്ങനെ കണ്ടു, എന്നിട്ട് എന്തുകൊണ്ട് പിന്നെ നവീൻ ബാബുവിന് ഒരു വാഹനത്തിൽ ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടു പോയത് കണ്ടിട്ടും ഇവർ എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പല ആവർത്തി ചോദിക്കാം. പിന്നീട് എങ്ങനെ നവീൻ ബാബു ക്വാർട്ടേഴ്സിലെത്തി, അതിനുശേഷം നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത്, അതുവരെ വാ തുറക്കാതിരുന്ന വീണാമണി പിന്നെ പെട്ടെന്ന് എന്താണ് വാ തുറന്ന് ഇത്തരത്തിൽ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്, ആ ആരോപണങ്ങൾ ചെന്ന് ചാടുന്നത് ഗോവിന്ദൻ്റെയും മകൻ ശ്യാമിൻ്റെയും ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയുടെയും അടുത്തേക്കാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതിൽ നമുക്ക് വ്യക്തത കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പോലീസാണ് കണ്ടെത്തേണ്ടത്. അത് നമുക്കത് ദൃക്സാക്ഷി പറയുന്നു എന്നുള്ളതല്ലാതെ ഇവർ എങ്ങനെ കണ്ടു, ഏത് സമയത്താണ് ഇവർ കണ്ടത്, ഇവർ അത് കണ്ടിട്ടും എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കുടുംബത്തിന് ഇത് കെട്ടിത്തൂങ്ങി ആരെ കൊലപ്പെടുത്തിയതാണെന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വരണമെന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യത്തെ കോടതി എങ്ങനെ കാണും എന്നുള്ളതാണ്. ദൃക്സാക്ഷിയുടെ ഇത്തരം ഒരു ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി കോടതി പരിഗണിക്കുമായിരിക്കാം. ഇപ്പോൾ ഇവർ പറയുന്ന പുതിയൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്, ഈ മലയാളപ്പുഴയിൽ ADM നവീൻ ബാബുവിൻ്റെ മൃതശരീരം കൊണ്ടുപോയ സമയത്ത് ഇവർ ആ വീട്ടിലെത്തിയിരുന്നു. എത്തിയപ്പോൾ ഭാര്യയോടും മക്കളോടും ആ സമയത്ത് സംസാരിക്കാൻ കഴിയില്ല, കാരണം അവരുടെ മാനസികാവസ്ഥ അങ്ങനെയല്ല. പക്ഷേ പിന്നീട് നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവിൻ്റെ അടുത്തേക്ക് ഇവർ പോയി. വീട്ടിൽ അവർ വിളിച്ച് കയറ്റിയിരുത്തി സംസാരിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല, നിങ്ങളൊരു പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി തേടണം എന്ന് പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു CPM ആണ് ഭരിക്കുന്നത്, അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അവരുടെ ഒരു ആധിപത്യം ഉണ്ടാകും, അപ്പോൾ എവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടാകൂ. ഇപ്പം CPM ഭരിക്കുന്നിടത്ത് ഇപ്പോൾ സഹോദരനും എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കാം, അതായിരിക്കും അദ്ദേഹവും അങ്ങനെ പറഞ്ഞത്. CPM ഭരിക്കുന്നിടമായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതും നമുക്ക് വ്യക്തതയില്ല. വീണാമണി പറയുന്നത് മാത്രമാണ്. വീണാമണി എന്ന വീട്ടിൽ പോയിട്ടുണ്ടോ, അദ്ദേഹത്തിന് ADMൻ്റെ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ അവർ കണ്ടിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. വീണാമണി പറയുന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവർ പറയുന്നത് CPMൻ്റെ പല തന്ത്രങ്ങൾക്കും സഹോദരൻ വഴങ്ങി എന്നാണ് പറയുന്നത്. അതായത് സഹോദരൻ അപ്പോൾ നിവർത്തിയില്ല, കാരണം അവിടെ ഒരു ഇത് ദഹിപ്പിക്കുന്നത് വരെയുള്ള ഒരു കോട്ടയാണ് CPM അവിടെ തീർത്തത്. അതായത് ബോഡി ദഹിപ്പിക്കാതിരിക്കരുത്, ഒരു കാരണവശാലും ആരെങ്കിലും എന്തെങ്കിലും വന്നു പറഞ്ഞ് ADMൻ്റെ ബോഡി ദഹിപ്പിക്കാതിരിക്കരുത്, കാരണം ദഹിപ്പിക്കാതിരുന്നാൽ പിന്നീട് ഇത് റീപോസ്റ്റ്മോർട്ടം നടത്തും. നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ ഇതിലൊരു പോസ്റ്റ്മോർട്ടം തന്നെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കുടുംബം തന്നെ സംശയം ഉന്നയിച്ച് രംഗത്ത് എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ദഹിപ്പിക്കാതിരുന്നാൽ ഒരു റീപോസ്റ്റ്മോർട്ടത്തിനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ചില ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ കോട്ടയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വരെ CPM മലയാളപ്പുഴയിലെ ADMൻ്റെ വീട്ടിൽ തീർത്തിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു റീപോസ്റ്റ്മോർട്ടത്തിന്
സാധ്യതയില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം സമയത്ത് ഈ വീഡിയോ ചിത്രീകരിച്ചുവെങ്കിൽ അത് കോടതിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായ പരിശോധനകൾ നടത്താം എന്നതിലപ്പുറം ഇനി ഇതിൽ വ്യക്തമായ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വീണാമണി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നവീൻ ബാബുവിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി, മുഖത്തും നെറ്റിയിലും വലിയ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു, ഇതെന്തുകൊണ്ട് കുടുംബം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഈ മുഖത്തും നെറ്റിയിലുമൊക്കെ പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് കുടുംബം അറിയില്ല? മുഖത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയില്ലേ പാടുകളുണ്ട് എങ്കിൽ, അടിച്ചതിൻ്റെയോ പിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചതിൻ്റെയോ പാടുകളുണ്ട് എങ്കിൽ മുഖത്ത്, ശരീരത്തിന് ബാക്കി ഭാഗങ്ങളല്ല ഞാൻ പറയുന്നത്, മുഖത്തുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയില്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ നമുക്കിപ്പോൾ ദൃക്സാക്ഷി പറയുന്നത് എല്ലാം വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചില ചോദ്യങ്ങൾ നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഉത്തരം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് അല്ലേ? പക്ഷേ തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, അതായത് നവീൻ ബാബു മരിച്ച ദിവസം വലിയ തരത്തിലുള്ള എന്നാൽ ഇത്തരത്തിലുള്ള മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടിയിട്ടില്ല. ADM മരിച്ച നിലയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുള്ളൂ. അന്ന് തന്നെ അവർ കണ്ണൂരിൽ നിന്ന് വണ്ടി കയറി ഈ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തുന്നു, അവിടെ ബന്ധുക്കളെ കാണുന്നു, ബന്ധുക്കളോട് വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോൾ അതൊരു മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ വലിയ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആ വീട്ടിലെത്തി ചില കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചുവെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ കരുതേണ്ടേ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. പക്ഷേ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഗുണ്ടകൾ മർദ്ദിച്ചു, ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ഇവരെന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടി പറയേണ്ടത് അവരാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ വീണാമണി എന്ന് പറയുന്ന ഇവരുടെ മൊഴി ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയതായി എനിക്കറിയില്ല, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഗൗരവത്തിലെടുക്കുന്നു. നവീൻ ബാബു മരിച്ച സമയത്ത് ചില ചെറിയ വാർത്തകളിലൊക്കെ വന്നിരുന്നു, ഇത്തരത്തിലൊരു സാക്ഷി വന്നിട്ടുണ്ട്, ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ചില ചെറിയ ചെറിയ വാർത്തകളായി പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ആരോപിക്കുന്നത് പോലെ ഇപ്പോൾ ഇവർ പറയുന്നത് സഹോദരൻ പ്രവീൺ ബാബുവിനോട് ഇവർ പറഞ്ഞിട്ടും അവർ അതിന് വഴങ്ങാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകാതെ ഇവർ ബോഡി ദഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. CPM സഹോദരൻ വഴങ്ങി, CPM വഴങ്ങിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് CPM ഏറ്റെടുത്ത ചില തന്ത്രങ്ങളുണ്ട് ആ സമയത്ത്. അവർക്ക് ഈ ബോഡി ദഹിപ്പിക്കണം, ദഹിപ്പിച്ചില്ലെങ്കിൽ ഒരു റീപോസ്റ്റ്മോർട്ടം നടത്തും. റീപോസ്റ്റ്മോർട്ടം ഉണ്ടായാൽ സത്യങ്ങൾ തിരിച്ചറിയും, എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ കോടതി ഇത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞാൽ കൃത്യമായി റീപോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. അപ്പോൾ കുടുംബം കൂടി ആവശ്യപ്പെട്ടാൽ അപ്പോൾ തീർച്ചയായിട്ടും അവർക്കിത് ദഹിപ്പിച്ചേ മതിയാകൂ എന്നുള്ളതാണ് CPM-കാർക്ക്. അപ്പോൾ അവർ അതിൻ്റെ പേരിൽ ഒരു കോട്ട തീർത്ത് ഇത് ദഹിപ്പിക്കുന്നത് വരെ കുടുംബത്തെ ചേർത്ത് നിർത്തി ഞങ്ങളൊപ്പമുണ്ട്, അതിൻ്റെ പേരിലാണ് PP ദിവ്യയെ ഇവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത്, പിന്നീട് അച്ചടക്ക നടപടി സ്വീകരിച്ച ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് കണ്ടത്. ഇപ്പോൾ PP ദിവ്യ ജാമ്യവ്യവസ്ഥയിൽ ഇളവുകൾ തേടി വീണ്ടും രംഗത്തെത്തുന്നു. MP ജയരാജൻ PP ദിവ്യയോടൊപ്പം നിൽക്കുന്നു. PP ദിവ്യ നിരപരാധിയാണെന്നുള്ള തരത്തിലേക്ക് വരെ MP ജയരാജൻ്റെ വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം കുടുംബമാണ് ആരോപിക്കുന്നത് ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണത്. അപ്പൊ പിന്നെ ദിവ്യ ആത്മഹത്യ പിന്നെ പറഞ്ഞതിൽ ആത്മഹത്യ ചെയ്തതെന്ന് വരുമ്പോഴല്ലേ ദിവ്യ കുറ്റക്കാരിയാകുക. കൊലപാതകം ദിവ്യ കുറ്റക്കാരി ആവുന്നില്ലല്ലോ എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി ജയരാജന്റെ വാക്കുകളിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ കേസിൽ സത്യം തെളിയില്ല, അത് ഉറപ്പ്. CBI വന്നാൽ എത്തരത്തിൽ കാര്യങ്ങൾ പോകും, കാരണം തെളിവുകളൊക്കെ ഓരോ ദിവസം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പുതിയ വെളിപ്പെടുത്തലുകൾ ഇത്തരത്തിൽ വരുമ്പോൾ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും.